ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മെഡിക്കൽ ബോർഡിൻ്റെ ബുള്ളറ്റിൻ പ്രേക്ഷകരുടെ അറിവിലേക്കൊന്ന് വായിക്കാം. ആ മെഡിക്കൽ ബുള്ളറ്റിൻ നമുക്ക് വിശ്വസിച്ചേ മതിയാവൂ. കാരണം അത് ഡോക്ടർമാരുടെ ബുള്ളറ്റിനാണ്. അതാണ് ശാസ്ത്രീയമായിട്ടുള്ളത്. ആധികാരികമായി നമ്മൾ എടുക്കുന്നതും അതാണ്. മെഡിക്കൽ ബുള്ളറ്റിൻ ഇങ്ങനെയാണ് പറയുന്നത്: കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ ടീം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ പരിശോധിക്കുകയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു. മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനപ്രകാരം കഴുത്തിനേറ്റ ക്ഷതവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നതിന് വേണ്ടി പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ സംഘം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ MRI സ്കാനിംഗ് ഉൾപ്പെടെയുള്ള വിദഗ്ധ പരിശോധനകൾ വേണമെന്ന് നിർദ്ദേശിച്ചു. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. കഴുത്തിന് ക്ഷതമേറ്റു എന്നാണ് മെഡിക്കൽ ബോർഡ് പറയുന്നത്. കഴുത്തിന് ക്ഷതമേൽക്കുക എന്ന് പറയുന്നത് അസ്ഥിക്കല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഉളുക്കല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് ഞാനൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് മസിലുകൾക്കാണ് ക്ഷതമേറ്റിട്ടുണ്ടാവുക. ക്ഷതമേൽക്കുന്നത് പൊതുവെ മസിലുകൾക്കാണ് എന്നുള്ളത് കൊണ്ട് കഴുത്തിൻ്റെ ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലൊരു ഉന്തിൻ്റെയും തള്ളിൻ്റെയും ഇടയിൽ ആ മസിലുകൾക്കൊരു ക്ഷതമേറ്റാൽ അങ്ങനെ വേദന സംഭവിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ പാടുണ്ടെങ്കിൽ മാത്രമേ മെഡിക്കൽ ബോർഡിൽ അങ്ങനെയൊരു രീതിയിൽ സ്കാനിങ് നിർദ്ദേശിക്കുകയുള്ളൂ, MRI സ്കാനിങ് നിർദ്ദേശിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ്. അപ്പോൾ അവിടെ നടന്ന പ്രതിഷേധം യഥാർത്ഥത്തിൽ കൈവിട്ടതാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായും കൈവിട്ട പ്രതിഷേധമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. എന്തുകൊണ്ടെന്നാൽ ഇത് നേരിട്ട് നിങ്ങൾ ഈ മിനിസ്റ്ററുടെ ശരീരത്തിൽ സ്പർശിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെ ക്ഷതമേൽക്കാം എന്നുള്ളതാണ്. എങ്ങനെയാണ് ക്ഷതമേൽക്കുക? രണ്ട് തരത്തിലാവാം. ഒന്ന്, വളരെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഈ കരിങ്കൊടിയുമായിട്ട് അവർ പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങോട്ട് ഓടി വരുന്നത്. ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മന്ത്രി വരുന്ന സമയത്ത് മന്ത്രി ഇന്ന് വന്ദേ ഭാരതിൽ അവിടെ നിന്ന് മടങ്ങാൻ വേണ്ടി വന്നതാണ്. C4 കമ്പാർട്ട്മെൻറ്റിൽ കേരളം, അത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അപ്പോൾ എൻട്രൻസിലേക്ക് വരുന്നു. എൻട്രൻസിലേക്ക് വരുമ്പോൾ തന്നെ 3-4 KSU പ്രവർത്തകരെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അവർ അവിടെ നിന്നും ഓടി വരുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ആ സമയത്ത് 10-15ഓളം പോലീസുകാർ മന്ത്രിയുടെ ചുറ്റും നിന്നൊരു വലയം തീർക്കുന്നുണ്ട്. മന്ത്രിയുടെ തൊട്ടടുത്ത് എത്താതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നോക്കൂ, അപ്രതീക്ഷിതമായിട്ട് ഇവർ മുദ്രാവാക്യം വിളിച്ച് കുറച്ച് പുരുഷന്മാർ, നോക്കൂ, അതിലൊരു വനിതാ KSU പ്രവർത്തകയെ പോലും നമ്മൾ കണ്ടില്ല. പുരുഷന്മാരായിരിക്കുന്ന പ്രവർത്തകരാണ് അവർ. കൊടിയുമായിട്ട്, ഈ കരിങ്കൊടിയുമായിട്ട് മന്ത്രിയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഒരുന്തും തള്ളിലും ക്ഷതമേൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ക്ഷതമേൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അത് നേരിട്ട് KSU പ്രവർത്തകർ മന്ത്രിയുടെ ശരീരത്തിൽ ആഘാതമേൽപ്പിച്ചതാകണം എന്നില്ല. പക്ഷേ അവിടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടില്ലായിരുന്നു. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, അവിടെ ഒരു വനിതാ പ്രവർത്തകയില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ തടയുന്നതൊരു വനിതാ മന്ത്രിയാണ്. അത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. മുൻകൂട്ടി ഒരു തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ തടഞ്ഞിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. നിങ്ങളൊരു പൊതുനിരത്തിലല്ല. ഇപ്പോൾ വിമാനത്തിൽ വെച്ച് തടയുക, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തടയുക, ഇതൊക്കെ അങ്ങേയറ്റം പ്രതിഷേധിക്കേണ്ട കാര്യമാണ്. ഒരു പൊതുനിരത്തിൽ നിങ്ങളൊരു മന്ത്രി ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെയല്ല. മന്ത്രി പരിപാടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോകുക. കാരണം അവിടെ അത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള സൗകര്യമുണ്ടാവും. പക്ഷേ എന്നിട്ടും 10-15 പോലീസുകാർ അവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരം മിന്നലാക്രമണങ്ങൾ നാളെ DYFIയും SFIയും അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് റോഡിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റൂ. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരെ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂ. അത് ഏത് അവസ്ഥയിലേക്ക് എത്തിക്കും? ഇവരൊക്കെ ഏത് സമയത്തും രാത്രിയിലും പകലും ഒക്കെ യാത്ര ചെയ്യുന്നവരല്ലേ? ഇന്ന് മന്ത്രി വന്നത് മന്ത്രിയുടെ ഏതെങ്കിലും സ്വകാര്യ പരിപാടിക്കാണോ? 3 പ്രധാനപ്പെട്ട ഉദ്ഘാടനങ്ങളും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കും നേതൃത്വം കൊടുക്കാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ യാത്രാവേളയിൽ ഇതേപോലെ ബസ്സിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ വെച്ച് നടത്തുന്ന ആക്രമണങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇതൊട്ടും മാതൃകാപരമായ കാര്യമേ അല്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധം? അതാണ് ഇതിൻ്റെ പോളിറ്റിക്സ്. എനിക്ക് KSU പ്രവർത്തകരോടും ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന പ്രതിഷേധത്തോടും ഉള്ള ഏറ്റവും വലിയ വിയോജിപ്പ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ മന്ത്രി വീണ ജോർജിനെ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെയൊന്നും അല്ലല്ലോ, കുറച്ച് നാളായിട്ട് മന്ത്രി വീണ ജോർജിനെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് മന്ത്രി വീണ ജോർജിനെ ലക്ഷ്യം വയ്ക്കുന്നത്? ആരോഗ്യ മേഖലയെ താറടിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇതാരെയാണ് ചൊടിപ്പിക്കുന്നതെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചാൽ മതി. കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റത്തിനുള്ള ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. ഇതാരെയാണ് ചൊടിപ്പിക്കുക? അവയവ മാറ്റത്തിനുള്ള ആശുപത്രി വന്നാൽ ആർക്കാണ്, സർക്കാരിൻ്റെ മേഖലയിൽ ഒരു ആശുപത്രി വന്നാൽ ആർക്കാണ് നഷ്ടമുണ്ടാവുക? സ്വകാര്യ ആരോഗ്യ കുത്തകയ്ക്കാണ് അതിനകത്ത് നഷ്ടമുണ്ടാവുക. അപ്പോൾ സ്വകാര്യ ആശുപത്രിയെ സംബന്ധിച്ചവർ കോമ്പറ്റീറ്റർ വരാൻ പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, തിരുവനന്തപുരത്ത് RCCയുടെ പുതിയ ബിൽഡിംഗ് നാടിന് സമർപ്പിച്ചിരിക്കുന്നു.
RCCക്ക് പുതിയ ബിൽഡിംഗ് വന്നാൽ ആരെയാണത് വിരൽ പിടിപ്പിക്കുക? ഓങ്കോളജി ഡോക്ടർമാരെ വലിയ പ്രതിഫലം കൊടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന വിദേശ നിക്ഷേപം ഇപ്പോഴും സ്വകാര്യ ആശുപത്രികളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ആശുപത്രി മാഫിയയ്ക്കാണ്. മൂന്നാമത്തത്, കൊച്ചിൻ ക്യാൻസർ സെന്റർ അടുത്തിടെയാണ് നാടിന് സമർപ്പിച്ചത്. ആർക്കാണ് അതിൻ്റെ ലാഭമുണ്ടാവുക? ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അതിൻ്റെ നഷ്ടമുണ്ടാവുക എന്നത് മാത്രം പ്രേക്ഷകർ ആലോചിച്ചാൽ മതി. പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ 5 വർഷം കൊണ്ട് 24.78 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ്. മൊത്തം കണക്ക് കൂട്ടിയെടുത്താൽ എത്ര രൂപയുടെ ആരോഗ്യ ചികിത്സയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? 8425 കോടി രൂപ. ഇത് ഈ 8425 കോടി രൂപ കേരളത്തിലെ ആരോഗ്യ മേഖല ശക്തമായതുകൊണ്ട് നമ്മൾ പൊതു ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതാ. ഈ പൈസ യഥാർത്ഥത്തിൽ എവിടെ പോവേണ്ടിയിരുന്നതാ? 4000 കോടിയെങ്കിലും പോകേണ്ടിയിരുന്നത് സ്വകാര്യ ആശുപത്രികളിലേക്കാണ്. അവിടെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാതെ അതിനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. അപ്പോൾ ആരോഗ്യ മേഖല നന്നായി പ്രവർത്തിച്ചാൽ ആർക്കാ നഷ്ടം? സ്വകാര്യ മേഖലയ്ക്കാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ ആരോഗ്യ മേഖലയെ താറടിച്ച് കാണിച്ചൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് ആഗോള ആരോഗ്യ കുത്തകകൾക്ക് വേണ്ടിയാണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? പ്രേക്ഷകരെ, നിങ്ങൾ ഒരു കണക്ക് കൂടി അറിയണം. 1,13,81,065 പേരാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇവിടെ OP ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. നോക്കൂ, OP ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത്. ഇവരിൽ പകുതി പേര് പോയാൽ എത്ര സ്വകാര്യ ആശുപത്രികളിലെ നിക്ഷേപമാണ് പൂവണിയുക? ഇനി 2,47,000-ഓളം ശസ്ത്രക്രിയകളാണ് ഈ സർക്കാർ ആശുപത്രികളിൽ നടന്നത്. ഇത് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോയാൽ ആർക്കാ ലാഭമുണ്ടാവുക? അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നാൽ 3000-ഓളം പേരെ ഡയാലിസിസ് നടത്തി നമ്മളുടെ ആരോഗ്യ മേഖലയിൽ ഒരു പൈസയും കയ്യിൽ വാങ്ങാതെ ഇത്രയും പേരെ പുറത്തെത്തിക്കേണ്ടത് ആരുടെ താല്പര്യമാണ്? ആരുടെ ലാഭമാണ് ഇവർ നോക്കുന്നത്? ഇത്രയും പേരുടെ അവയവമാറ്റ ശസ്ത്രക്രിയകൾ കേരളത്തിൽ നടക്കുമ്പോൾ അത് പുറത്തു നടക്കണമെന്നുള്ള താല്പര്യം ആർക്കാണ്? ആരോഗ്യ മേഖലയെല്ലാം തകർന്നു പോയി എന്നൊരു നരേറ്റീവ്, എന്നൊരു ആഖ്യാനം സൃഷ്ടിക്കുന്നത് എന്തിനാണ്? 5,49,660 പേരെ കിടത്തി ചികിത്സിച്ചിട്ടുണ്ട്. ഈ കിടത്തി ചികിത്സിച്ച ഇൻപേഷ്യന്റുമാരിൽ പകുതി പേരെ പുറത്തെത്തിച്ചാൽ അവരുടെ ചികിത്സയുടെ പേരിലുള്ള വലിയ കൊള്ള ലാഭം കൊയ്യാനിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയല്ലേ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികളെ, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെ, ഇവിടുത്തെ സ്വകാര്യ ആരോഗ്യ കുത്തകകളെ സംരക്ഷിക്കാനും അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയാണോ കേരളത്തിലെ ആരോഗ്യ മേഖലയെ താറടിക്കുന്നതെന്നാണ് ചോദ്യം. ഇല്ലെങ്കിൽ ന്യായമായും എൻ്റെ ചോദ്യം ഇതാണ്: ആരോഗ്യ മേഖലയിൽ വരുന്ന പിഴവുകൾ ചൂണ്ടിക്കാട്ടണം, വിമർശിക്കണം, അതിനെതിരെ പ്രതിഷേധിക്കണം. പക്ഷേ 2021 മെയ് മാസം 15-ാം തീയതി നടന്ന ഒരു ശസ്ത്രക്രിയയ്ക്ക് ആ ദിവസം ശസ്ത്രക്രിയ നടക്കുന്ന ദിവസം വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയല്ല. അതിന് 15 ദിവസത്തിന് ശേഷമാണ്, അതായത് ഈ ശസ്ത്രക്രിയ നടന്ന് 15 ദിവസത്തിന് ശേഷമാണ് വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ചുമതല ഏറ്റെടുക്കുന്നത്. അപ്പം ആരോഗ്യവകുപ്പ് മന്ത്രിയെ ചുമതലയേൽക്കുന്നതിനും 15 ദിവസം മുൻപ് മറ്റൊരു സർക്കാരിൻ്റെ കാലത്ത്, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് സംഭവിച്ചതിന് ഇപ്പോൾ വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തടയണമെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിന് പിന്നിലുള്ളൊരു താല്പര്യമുണ്ടെന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കും. 2017 ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നത്. അന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അല്ല. പ്രതിഷേധിക്കാം, ആരോഗ്യവകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകൾ നിങ്ങൾ ബഹിഷ്കരിക്കാം, ഇത് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണെന്ന് പറയാം. പക്ഷേ നിങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ കരിങ്കടി കാണിക്കുന്നത് എന്തിനാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനുള്ള ഉത്തരം ഇനി പറയേണ്ടതിൻ്റെ ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാൻ വേണ്ടി, സ്വകാര്യ ആഗോള കുത്തകകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന ന്യായമായ സംശയമുണ്ടാവും. ഞാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് കേരളത്തിലേക്ക് വന്നിരിക്കുന്ന വിദേശ നിക്ഷേപം KKR-ന്റെയും ബ്ലാക്ക് സ്റ്റോണിൻ്റെയും പേരിൽ ബേബി മെമ്മോറിയൽ, മൈത്ര, കിംസ്, ആസ്റ്റർ മെഡിസിറ്റി, അങ്ങനെ നിരവധി ആശുപത്രികളിലെ വിദേശ നിക്ഷേപത്തിന് വേണ്ടിയുള്ള കാവൽ ഭടന്മാരായി കേരളത്തിലെ ഈ പ്രതിഷേധിക്കുന്നവർ മാറരുത്, പ്രതിപക്ഷം മാറരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമാണുള്ളത്. പാവപ്പെട്ട മനുഷ്യരാണ് കേരളത്തിൽ, അവർക്കുള്ള അവസാനത്തെ അത്താണിയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളും നമ്മളുടെ ആരോഗ്യ സംവിധാനങ്ങളും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളിപ്പോൾ വലിയ ചർച്ച ചെയ്തൊരു വിഷയമുണ്ടല്ലോ, വിളപ്പിലെ ചികിത്സാ പിഴവിനെ കുറിച്ച്. വിളപ്പിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ടല്ലോ, ഇപ്പോൾ രാത്രി ചികിത്സ കൊടുക്കുന്നില്ല, പൂട്ടി. എന്താ കാരണം? 3 പേര് രാജിവെച്ച് പോയി. അവരന്ന് കൃത്യമായ ചികിത്സ നൽകിയിരുന്നു എന്നുള്ള വസ്തുത പുറത്തു വരും മുമ്പ് അവരെ നിർത്തി വിചാരണ ചെയ്തു. CPR കൊടുത്തില്ല എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കി പോകുമ്പോൾ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളും ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും അടച്ചു പൂട്ടിപ്പോകുമ്പോൾ ലാഭം കൊയ്യാൻ കാത്തിരിക്കുന്നത് ഇടത്തരം സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വകാര്യ ആശുപത്രികളാണ്. 1750 സ്വകാര്യ ആശുപത്രികളെ പൂട്ടിച്ച സർക്കാരാണിത്. കൂടുതൽ മെഡിക്കൽ കോളേജുകളും കൂടുതൽ കാത്ത് ലാബുകളും കൂടുതൽ ഡയാലിസിസ് കേന്ദ്രങ്ങളും കൂടുതൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്ത സർക്കാരാണിത്. അപ്പോൾ ഇത് ആരുടെ താല്പര്യമാണ്? പൂട്ടിപ്പോയ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ സമരം ചെയ്തതെന്ന ചോദ്യം ഉയർന്നുകൊണ്ടേ